അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു ദിവസത്തിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇരുട്ട് കണ്ടിട്ട് ആരും വീഡിയോ കാണാത്ത പോലെ ഇത് നമ്മൾ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതാണ് കേട്ടോ ഇങ്ങനെ ഇരുട്ടായിട്ട് കാണുന്നത്. നമ്മളിന്നൊരു യാത്ര പോകാമെന്ന് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ 5:30 വീട്ടിൽ നിന്ന് വിടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായത്. 5:30 സമയം 6 മണിയായിട്ട് വീട്ടിൽ നിന്ന് വിടുന്ന സമയത്ത്. അപ്പോൾ രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഞാനും മാഷേട്ടനും നമ്മളെ മക്കൾ പിന്നെ മാഷേട്ടൻ 2 ഫ്രണ്ട്സും അവരുടെ ഫാമിലിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. നമ്മളിന്ന് പോകുന്നത് പറശ്ശിനിക്കടവിലേക്കാണ് കേട്ടോ. കണ്ണൂർ ജില്ലയിലെ മുത്തപ്പൻ്റെ അമ്പലം ഉണ്ടല്ലോ പറശ്ശിനിക്കടവ്, അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. എല്ലായിടത്തും റോഡ് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഈ അറ്റം വരെ എടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും റോഡ് പണിയാണല്ലോ കൂടുതലായിട്ട് കാണുന്നത്. ചില സ്ഥലങ്ങളൊക്കെ റോഡ് പണി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ ഏകദേശം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഇതാ ഏകദേശം എത്താനായിട്ടുണ്ട്. നമ്മളിപ്പോൾ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിൻ്റെ അടുത്ത് ഓടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിസ്മയ പാർക്കില്ലേ, വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്ക്, അതിൻ്റെ മുമ്പിലേ കൂടിയിട്ട് പോയിട്ട് നമ്മൾ ഏകദേശം ഒരു 7:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ പറശ്ശിനിക്കടവിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അതാ നല്ല സൂര്യൻ ഇതാ രാവിലെ തന്നെ ഉദിച്ച് വരുന്നൊരു ഇത് കാണുന്നുണ്ട് കേട്ടോ നമുക്ക് കാഴ്ച. അപ്പോൾ രാവിലെ 7:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ പറശ്ശിനിക്കടവ് എത്തി. അവിടുന്ന് വണ്ടിയൊക്കെ എല്ലാവരും പാർക്ക് ചെയ്ത് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് നടന്നു. നമ്മളെല്ലാവരും കൂടിയിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ലീവിലെ ദിവസങ്ങളിൽ പറശ്ശിനിക്കടവെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയണ്ടേ, പോയടത്തേക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്, നമുക്കൊരു സമാധാനത്തിലൊന്ന് കാണാനും ഒന്നും പറ്റാത്ത ഒരു സ്ഥിതിയാണ്. അങ്ങനെ നടന്ന് നമ്മളിത് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് നല്ല കമാനത്തിലൂടെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അവിടെ നോക്കുമ്പോൾ എന്ത് നല്ല ഭംഗിയാന്ന് നോക്കി. രാവിലെ പുലർച്ചയ്ക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു പുഴ, വളപട്ടണം പുഴയാണ് കേട്ടോ ഇത്. ഈ പറശ്ശിനിക്കടവിന് മുമ്പിൽ പുഴയത്തേന് സൂര്യനിങ്ങനെ ഉദിച്ച് വരുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒന്ന് കാലൊക്കെ കഴുകിയിട്ട് അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. തെയ്യമുണ്ട് കേട്ടോ. അപ്പോൾ തെയ്യമുള്ള സമയത്ത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. മുത്തപ്പനും വെള്ളാട്ടവും ഉണ്ട്. അപ്പോൾ ഒന്ന് എല്ലാവരും പോയി ഒന്ന് കാലൊക്കെ കഴുകി അതിനുശേഷം നമ്മൾ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറാട്ടോ ചെയ്യുന്നത്. കുഞ്ഞേട്ട എൻ്റെ കൈ പിടിച്ച് എൻ്റെ കൂടെ തന്നെയുണ്ട്. കിങ്ങിണിയാണെങ്കിൽ മാഷേട്ടൻ്റെ കൂടെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അമ്പലത്തിൻ്റെ അകത്തോട്ട് വീഡിയോഗ്രാഫി നിരോധിച്ചിട്ടുണ്ടെന്ന് അവിടെ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ അകത്ത് മുത്തപ്പൻ തെയ്യത്തിനെയും വെള്ളാട്ടത്തിനൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതെടുക്കാൻ പാടില്ല എന്നിട്ടായിരുന്നു കാണിച്ചായിരുന്നു. പുറത്തിറങ്ങിയ ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറേ ആൾക്കാർ എടുക്കുന്നുണ്ട് വീഡിയോസ്, പക്ഷെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അമ്പലത്തിന് പുറത്തിറങ്ങിയ ശേഷം നമ്മൾ അവിടെ ചെറുപയറും തേങ്ങാപ്പൂളും പിന്നെ നമ്മളെ ഒരു ചായ ഉണ്ടാവുമല്ലോ സ്ഥിരം. പറശ്ശിനിക്കടവ് വന്നു കഴിഞ്ഞാൽ ആരും വിശന്നിട്ട് പോവാറില്ല. അപ്പോൾ രാവിലത്തെ ആ ചായ പയറും തേങ്ങാപ്പൂളും മാത്രം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചായ ആയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ ഹൗസ് ബോട്ടിൽ കയറാലോ എന്ന് വിചാരിച്ചിട്ട് ഹൗസ് ബോട്ടൊക്കെ പാർക്ക് ചെയ്യുന്നില്ലേ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എല്ലാവരും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഫോട്ടോസ് പിന്നെ നിർബന്ധമാണല്ലോ അവിടെ പോയി കഴിഞ്ഞാൽ. മക്കളുടെ ഫോട്ടോയും നമ്മളെ ഫാമിലി ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ ഹൗസ് ബോട്ടിൽ കയറാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ കുഞ്ഞു കുഞ്ഞു ബോട്ടുകൾ കുറേ എണ്ണം നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കയറുന്ന സമയമാകുമ്പോഴത്തേക്ക് വലിയൊരു ബോട്ട്, ഈ കാണുന്ന പോലത്തെ ഒരു വലിയ ബോട്ടും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ബോട്ടിലാണ് നമ്മളും കയറിയിട്ടുണ്ടായിരുന്നത്. ബോട്ടിൻ്റെ അകത്തുള്ള കാഴ്ച എന്നിട്ട് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ ബോട്ട് കുറച്ച് നേരം നമ്മൾ ആ പുഴയിലൂടെ ചുറ്റി കറങ്ങുന്നുണ്ട്. എന്താ പുഴയ്ക്ക് മുകളിൽ വരുന്ന പാലാണ് കേട്ടോ. പുഴയ്ക്ക് കുറുകെ വരുന്ന വളപട്ടണം പുഴയുടെ മുകളിൽ കൂടി വരുന്ന പാലാണ് കേട്ടോ അത്. ആ പാലത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോയിട്ട് കുറച്ച് നേരം പുഴയിൽ ഇതുപോലെ ബോട്ട് കറങ്ങുന്നുണ്ട്. ഇതുപോലെ ബോട്ടിൽ ഇഷ്ടംപോലെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഉണ്ടായിരുന്നു. ഹൗസ് ബോട്ടിൽ കയറുന്ന സമയത്ത് ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. ടിക്കറ്റ് കുട്ടികൾക്ക് വേറെയാണ്, 5 വയസ്സിന് മുകളിലെ കുട്ടികൾക്കൊക്കെ ടിക്കറ്റ് വേണം, പിന്നെ വലിയവർക്കും വേണം. സത്യം പറഞ്ഞാൽ ടിക്കറ്റിൻ്റെ പൈസ എത്രയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. മാഷേട്ടനും അവരൊക്കെ കൂടിയാണ് എടുത്തത്, അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടും ഉണ്ടായിരുന്നില്ല എത്രയാണ് ടിക്കറ്റ് വരുന്നതെന്ന്. നല്ല രസമുണ്ട് കേട്ടോ. പുഴയിലൂടെ ഇങ്ങനെ ആ ഭാഗത്തേക്കുള്ള ദ്വീപുകളും ഒക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പുഴയുടെ നടുവിലായിട്ട് കുഞ്ഞു ദ്വീപുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഉണ്ടായിരുന്നു കാണാനായിട്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കയറിയ ഹൗസ് ബോട്ടിലാണെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എന്ന് കരുതി ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരു കുറച്ച് സമയം ഉണ്ടായിരുന്നു ഹൗസ് ബോട്ടിലത്തെ യാത്ര. നമ്മളിപ്പോൾ പറശ്ശിനിക്കടവ് വന്നിട്ട് നമ്മളിപ്പോൾ ഫാമിലി ആയിട്ട് വന്നിട്ട് കുറച്ച് കാലങ്ങളായിട്ടാണ്, അവിടുന്ന് കുറേ നാളായിട്ട് നമ്മൾ പറശ്ശിനിക്കടവ് പോകാനായിട്ട് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ നമ്മൾ ഈ ഞായറാഴ്ച എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് പറശ്ശിനിക്കടവിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബോട്ട് യാത്രയ്ക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പറശ്ശിനിക്കടവ് അമ്പലത്തിൽ നമ്മളെല്ലാവരും കൂടി വണ്ടിയിലൊക്കെ കയറി. അങ്ങനെ വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറശ്ശിനിക്കടവിൽ നേരത്തെ നമ്മൾ ആ പുഴയിൽ കൂടി പോകുന്ന സമയത്ത് ഒരു പാലം കണ്ടില്ലേ, ആ പാലത്തിൽ കൂടിയാട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. പാലത്തിൻ്റെ അക്കരെ സൈഡിലേക്കാണ് നമ്മൾ പോയത്. അക്കരെ സൈഡിൽ നമ്മൾ വണ്ടി വെച്ചിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ആ പാലാണ് കേട്ടോ കാണുന്നത്. ഒരു വാഴത്തോട്ടത്തിലും തെങ്ങിൻ തോട്ടത്തിലും കൂടി നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ മെയിനായിട്ട് എടുത്തേക്ക് പോകുന്നത്.
നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ നടുക്കിലൂടെ പോകാനായിട്ട്. 2 സൈഡിലും നിറച്ചും വാഴയും തെങ്ങൊക്കെ ആയിരുന്നു. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വേറെ ഇല്ല കേട്ടോ, ഷാപ്പിലാണ് കേട്ടോ, കള്ള് ഷാപ്പിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. മെയിനായിട്ട് വന്നിട്ടുള്ള കാരണം വെച്ചാൽ അവിടുത്തെ ഫുഡൊന്ന് കഴിച്ച് നോക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ഷാപ്പ് എല്ലായിടത്തും വൈറലായിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഫുഡൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ചിക്കൻ കറിയും ചെമ്മീൻ കറിയും പിന്നെ വെള്ളയപ്പം പിന്നെ വേറെ എന്തോ ഒരു അപ്പമാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അതെല്ലാവരും കൂടി അതൊക്കെ വാങ്ങി അതെല്ലാം കഴിച്ചു. നല്ല ടേസ്റ്റിലെ ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് നമ്മൾ ചെമ്മീൻ കറി സൂപ്പറായിരുന്നു കേട്ടോ. ബാക്കിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര തിരക്കായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയായിട്ട് വരുന്ന സമയത്ത് ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ചിലരൊക്കെ ഫുഡ് കിട്ടാതെ മടങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ ഒരു ഫുഡ് നല്ല ഫുഡാണ്, പ്രത്യേകിച്ച് ചെമ്മീൻ കറി എടുത്ത് പറയേണ്ടത്. അവിടെ നിന്ന് നേരെ ഷാപ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങി അതിൻ്റെ പുറത്ത് ഈ പറശ്ശിനിക്കടവിൻ്റെ നേരെ അക്കരയാണ് കേട്ടോ ഈ സ്ഥലം വരുന്നത്. കണ്ടോ, പറശ്ശിനിക്കടവ് അമ്പലം ദൂരത്ത് നിന്ന് കാണുന്നത് അതിൻ്റെ അക്കരയാണ് ഈ സ്ഥലം വരുന്നത്. ഇവിടെ ഈ പുഴക്കരയിലൊക്കെ നമ്മൾ കുറച്ച് നേരം നിന്നു. അതിലേക്കൊന്ന് നടന്നതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോയത്. അപ്പം ഷാപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ അവിടെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്രയൊക്കെ ആൾക്കാർ വരുന്നതായിട്ടും അതിനനുസരിച്ചൊരു വലിയൊരു സൗകര്യം അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് അവർ പറയുന്നുണ്ടായിരുന്നു അവിടുന്ന് ഞായറാഴ്ചയൊക്കെ ഫാമിലീസൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും അവിടത്തേക്ക് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫുഡ് കഴിക്കാനും തന്നെയാണ് കേട്ടോ അവിടത്തേക്കായിട്ട് വരുന്നത്. അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ ഇറങ്ങിയിട്ട് വീണ്ടും വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ തിരിച്ചിട്ട് വേറെ സ്ഥലത്തേക്കാട്ടോ പോകുന്നത്. അപ്പോൾ പറശ്ശിനിക്കടവ് തിരിച്ചു, കള്ള് ഷാപ്പിൽ നിന്നും വന്നു. അവിടുന്ന് നേരെ നമ്മൾ കടൽക്കരയിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല വെയിലായിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക്. ഉച്ച സമയത്തിൻ്റെ അടുത്തായി ഏകദേശം. നമ്മളിപ്പോൾ എത്തിയിട്ടില്ല, പെറ്റ് സ്റ്റേഷനിലാണ് കേട്ടോ. ഞാൻ കുറേ ഇൻസ്റ്റയിലൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ വിചാരിച്ചതാണ് ഇവിടത്തേക്കൊന്ന് വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ടിക്കറ്റ് 150 രൂപയാണ് കേട്ടോ ടിക്കറ്റ് വരുന്നത്. 150 രൂപയ്ക്ക് ഇവിടെ ഇഷ്ടം പോലെ കാണാനുണ്ട്. നമ്മൾക്കൊരു 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു നഷ്ടവും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കുറച്ചുകൂടി താത്തോട് സ്ലോലി, കുറച്ചുകൂടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെ അത്രയധികം സാധനങ്ങൾ, നമ്മൾ കുറേ മീനുകൾ, പല തരത്തിലുള്ള മീനുകൾ, പക്ഷികൾ, പിന്നെ കുഞ്ഞു കുഞ്ഞു നമ്മുടെ എലി കുഞ്ഞുങ്ങൾ, പിന്നെ കുഞ്ഞു കുഞ്ഞു മൃഗങ്ങൾ, അങ്ങനെ എന്ത് പറയണ്ടേ, അത്രയും സാധനങ്ങൾ നമുക്കിവിടെ കാണാനായിട്ടുണ്ട്. എനിക്കും നമുക്കെല്ലാവർക്കും വന്നത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. നല്ലൊരു അനുഭവമാണ്. ഞാൻ ഇപ്പോൾ നേരത്തെ കണ്ടില്ല മീനിൻ്റെ വായിലേക്ക് ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ അത് ശരിക്കും നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് തന്നെ ആയിരുന്നു. നല്ല ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. കൂടാണ്ട് നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത കുറേ പക്ഷികളും കുറേ മൃഗങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ആംബിയൻസാണ് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ. പിന്നെ മാത്രമല്ല ഇവിടെ ഇത്രയും പക്ഷികളും മൃഗങ്ങളൊക്കെ ഉണ്ടായിട്ട് തന്നെ അവിടെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അത്രയും നല്ല രീതിയിൽ അവരവിടെ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത്രയ്ക്ക് വൃത്തിയാണ് കേട്ടോ അവിടെ. വലിയവർക്കായാലും പ്രത്യേകിച്ച് കുട്ടികൾക്കായാലും നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം കൂടിയാണ്. എന്താ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒട്ടകപ്പക്ഷീനെ ഇവിടുന്നാണ് കേട്ടോ കണ്ടത്. അത് മാത്രമല്ല ആ കുഞ്ഞാറ്റയുടെ കയ്യിൽ തത്തയല്ല എന്തോ ഒരു ബേർഡ്, അതൊക്കെ കയ്യിൽ വെച്ച് കൊടുക്കുന്ന ഒരു, അത് നമുക്ക് വേണമെങ്കിൽ ഏതോ ഒരു 1-2 കാര്യങ്ങൾ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. അതിനുള്ള ടിക്കറ്റ് നമ്മൾ എടുക്കുന്ന ടിക്കറ്റിൽ തന്നെ അത് വരുന്നുണ്ട്. നമുക്ക് പക്ഷികളെ കയ്യിൽ പിടിക്കാനും തലയിൽ കയറുന്നതും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കയ്യിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. കുഞ്ഞാറ്റ കയ്യിൽ ആ പക്ഷിയെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. ഇഷ്ടം പോലെ കാണാനുണ്ട്, നല്ല ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല അടുത്തത് എടുത്ത് പറയണ കേട്ടോ, ഈ മീനുകൾ എന്തൊരു ഭംഗിയാണെന്ന് അറിയാം അത് കാണാനായിട്ട്. ഈ മീനുകൾക്ക് കൊടുക്കാനുള്ള തീറ്റ അവർ അവിടെ നിന്ന് നമുക്ക് തരുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് കൂട്ടത്തോടെ വന്നിട്ട് എല്ലാം കൂടി നമ്മളെ കയ്യിലേക്ക് ഇങ്ങനെ കടിക്കും കേട്ടോ. അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക്. പിന്നെ മാത്രമല്ല ഈ വീഡിയോയിൽ ഞാൻ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നമുക്കവിടെ കാണാനുണ്ട്. നമ്മൾ പോയിട്ട് തന്നെ കാണണം കേട്ടോ. ഓരോ പക്ഷികളുടെ ആയാലും മൃഗങ്ങളുടേതായാലും അവിടെ അവരതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് മക്കൾക്കൊക്കെ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ലൊരു അനുഭവമാണ്. ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മൾ പൈസ കൊടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു നഷ്ടവും ഇല്ല. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും പോയി കണ്ടു നോക്കേണ്ട ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അത്ര നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പിന്നെ മാത്രമല്ല വൈകുന്നേര സമയങ്ങളിലൊക്കെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ പുറത്ത് പിന്നെ ബീച്ചാണ്, പിന്നെ പാർക്കും കളിക്കേണ്ട കാര്യങ്ങളും മറ്റും ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ പുറത്ത്. അത് ഇതുമായി ബന്ധപ്പെട്ടതാണോ എന്ന് നമുക്കറിയില്ല, കാരണം നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ എത്തുന്നത് ഒരു ഉച്ച സമയത്തായതുകൊണ്ട് നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് പുറത്തോട്ട് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ വെയിലോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല.
നല്ല ഒരു അന്തരീക്ഷം തന്നെയാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ നമ്മൾ കുറേ പക്ഷികളൊക്കെ നോക്കി നമ്മളിങ്ങോട്ട് നടന്ന് വരുന്ന സമയത്ത് മറ്റൊരു കാഴ്ചയുണ്ട് കേട്ടോ. ഒന്നുമല്ല, കുറേ മീനുകളാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒരു മീനുകളുണ്ട്, ആ കളർഫുള്ളായിട്ടുള്ള മീനുകളാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ടതാ. ഞാൻ പറഞ്ഞ മീനുകളാണ് കേട്ടോ ഇത്. എന്തൊരു ഭംഗിയാണെന്ന് ഇത് കാണാനായിട്ട്, നേരിട്ട് തന്നെ കാണണം. അപ്പോൾ മാത്രമേ അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അവിടെ പക്ഷികളുടെ ഒരു കൂട്ടമുണ്ട്. അതിൻ്റെ അകത്തേക്ക് കയറി അവർ നമ്മളെ ഒരു പ്ലേറ്റ് വെച്ചെന്നു. അതിനകത്ത് കുറച്ച് പക്ഷിക്ക് തിന്നേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ നമുക്ക്. അപ്പോഴത്തേക്ക് അത് കേൾക്കുമ്പോഴത്തേക്ക് കിങ്ങിണി അവിടെ നിന്ന് പറയുന്നുണ്ട്, അയ്യോ എനിക്ക് വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് സൗണ്ട് ആയിരുന്നു കേട്ടോ കിങ്ങിണി. അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞാറ്റ കയറിയിട്ടുണ്ട്. കുഞ്ഞാറ്റയ്ക്കാണെങ്കിൽ പേടിയല്ല, ആ ഒരു പക്ഷികളുടെ നഖമൊക്കെ ഇങ്ങനെ കൊള്ളുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അനുഭവമില്ലേ. ആദ്യം ഇട്ടപ്പോൾ അവൾ പ്ലേറ്റ് താഴെ ഇട്ടു, അതുപോലെ തന്നെയായിരുന്നു കിങ്ങിണി. ആദ്യം ഇട്ടപ്പോൾ പ്ലേറ്റ് താഴെ ഇട്ടു, പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ വേറെ ഒരു ഫാൻസി കട പോലെ ഇഷ്ടം പോലെ ഐറ്റംസും സാധനങ്ങളൊക്കെ ഉണ്ട്, കുട്ടികൾക്കുള്ളതും അങ്ങനെയൊക്കെ ആയിട്ടുള്ളത്. പിന്നെ നമ്മളെ മീനും ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. അവിടെ നമ്മൾ തിരിച്ചു. അവിടെ പെട്ടെന്ന് തന്നെ തിരിച്ച് വന്നു. അങ്ങനെ വന്നിട്ട് നമ്മളത് വഴിയിൽ എത്തുന്ന സമയത്ത് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. സമയം ഒരുപാട് വീഴുന്നുണ്ട്. എല്ലായിടത്തും ചോറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെജിറ്റേറിയൻ ഹോട്ടൽസാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ നമ്മൾ വെജിറ്റബിൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഫ്രൈഡ് റൈസ്, പുലാവ്, പിന്നെ ചിക്കൻ ബിരിയാണി അല്ല, വെജിറ്റബിൾ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ട് ഏകദേശം വൈകുന്നേരം 4:30 ആകുമ്പോൾ നമ്മൾ വീട്ടിലെത്തി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ.